ഹാപ്പി ന്യൂ ഇയർ. ഇന്നലെ രാത്രിയാണ് ഇതിൻ്റെ, പക്ഷെ ഇന്ന് 1-ാം തീയതി അല്ലേ, ഇന്നല്ലേ നമുക്ക് പുതിയ വർഷം തുടങ്ങണേ. നമ്മളെ ഈ ഒരു വർഷം, ഈ 2025 സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ആയുസ്സിൻ്റെ ദിവസമായി എല്ലാവർക്കും നന്നായി വരട്ടെ. അതിനോടൊപ്പം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും നല്ലത് കിട്ടട്ടെ. ഇന്നലെ രാത്രി ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ എനിക്ക് തോന്നി 1-ാം തീയതി അല്ലേ, 1-ാം തീയതി നമ്മൾ ഇരിക്കാന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമല്ലേ അത്. ഇത്രയും നാളും എന്തെല്ലാം മഹാരോഗത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച് ദൈവം ഇവിടെ കൊണ്ടുനിർത്തിയില്ലേ, ഈ ജനുവരി 25 നമ്മളെ കൊണ്ടുനിർത്തിയില്ലേ. അപ്പോൾ ഇന്ന് 1-ാം തീയതി ആയിക്കൊണ്ട് ഞങ്ങൾക്ക് കേക്ക്, ന്യൂ ഇയർ ആയിക്കൊണ്ട് കേക്കൊന്നും വെക്കില്ല. ഞങ്ങളുടെ കൊച്ചുമോക്ക്, അവൾക്ക് വെജിറ്റേറിയനായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങൾ സദ്യ ഉണ്ടാക്കിയത്. പിന്നെ പായസം വെച്ചു, സെമിയാണ് നെതിട്ടുണ്ട്. നാളെ പിന്നെ പിള്ളേർക്ക് പഠിത്തമില്ല. അപ്പോൾ എൻ്റെ ഇന്നലെ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബ് 500 ആയിരുന്നു. പെട്ടെന്ന് വൈകുന്നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ, രാവിലെ 500 ആയിരുന്നു, വൈകുന്നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലൊന്ന് കുറഞ്ഞിരിക്കുന്നു. ഇടുന്നവരെന്തോ കട്ട് ചെയ്യുന്നതാണോ എന്താണെന്നറിയില്ല. സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യാൻ മറക്കരുത്, എന്നെ സഹായിക്കുക. ഇത്രയും പ്രായമൊക്കെയായിട്ട് വീഡിയോ ഇടുന്നില്ലേ, അപ്പോൾ ചില ദിവസമൊന്നും ഇടാൻ പറ്റില്ല. കൊച്ചിന് പഠിത്തം കണ്ട് വീഡിയോ പിടിക്കാനൊക്കെ ആരുമില്ല, കൊച്ചാണ് വീഡിയോ ഒക്കെ പിടിച്ചത്. അപ്പോൾ ഈ ഒരു ജന്മം നമുക്ക് ദൈവം ഏത് ആയുസ് ഇട്ടുണ്ടോ അതുവരെ മുന്നോട്ട് എല്ലാവർക്കും ദൈവം ആയുസ്സും ആരോഗ്യം തരട്ടെ. അടുത്ത വർഷം ഇതേമായിരിക്കും 1-ാം തീയതി നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ. ഇന്നേ ഞാൻ പായസം വെച്ചപ്പോൾ എൻ്റെ കൊച്ചുമോൻ ചോദിക്കുക കേട്ടോ, ഞാൻ പായസം പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി, അരി ചുമ്മാ ഇതുപോലെ ഉണ്ടാക്കി, പൊങ്കൽ പോലെ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ കൊച്ചു വിളമ്പിയപ്പോൾ പറയാം, അമ്മ ഇത് പൊങ്കലല്ല, ഇത് പുതുവർഷം, അമ്മയ്ക്ക് അത് അറിയാൻ പാടില്ലേ, ന്യൂ ഇയർ വന്നപ്പോൾ. അപ്പം ഇന്ന് പായസം ഉണ്ടാക്കിയ